ആദ്യം ശ്രീ കെ അനിൽകുമാർ. ഇപ്പോൾ മാത്യു കുഴൽനാടൻ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. അതിലാണ് ഈ 19/10/2019 ഈ ഫയൽ എന്തിന് മുഖ്യമന്ത്രി പരിശോധിച്ചു എന്ന ചോദ്യമാണ് അദ്ദേഹം നിയമസഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിനുള്ള അവസരം അദ്ദേഹത്തിന് നിഷേധിക്കുകയുണ്ടായി എന്ന്. മുഖ്യമന്ത്രി ഈ ഫയൽ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതല്ലാതെ തന്നെ 2004 കരിമണൽ ഖനനത്തിന് കിട്ടിയ ഈ അനുമതി അത് റദ്ദാക്കുവാൻ കഴിയുമായിരുന്നു. അതുമാത്രമല്ല, അതിലേക്കുള്ള തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. ഇനി ഓർഡർ ഇറങ്ങേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തിന് 19/10/2019 ഈ അടിയന്തര യോഗം? ഇതാണ് മാത്യുവിന്റെ ചോദ്യം. എന്താണ് പറയാനുള്ളത്? മാത്യുവിന് അല്പം തലയ്ക്ക് വെളിവുണ്ടായിരുന്നെങ്കിൽ AK ആന്റണി അവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. 2004 ഏത് സാഹചര്യത്തിലാണ് സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ 4 പ്ലോട്ടുകൾ ഈ കരിമണൽ കമ്പനി, കർത്താവിൻ്റെ കരിമണൽ കമ്പനിക്ക് ഈ കേരള ചരിത്രത്തിൽ ആദ്യമായി AK ആന്റണി എഴുതി കൊടുത്തത്, തീർു കൊടുത്തത് എന്ന് ആദ്യം പോയി ചോദിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ആന്റണി ഇങ്ങനെ 2004 മുഖ്യമന്ത്രി ആയിരുന്നപ്പം അവിടെ കൊടുക്കുകയും പിന്നെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ആന്റണി മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്ന പല ആളുകളും കൊട്ടക്കണക്കിന് കോടിക്കണക്കിന് രൂപ ആ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് ചുമന്നുകൊണ്ട് പോയി കള്ളപ്പണമായിട്ടെന്ന് ആ ഇൻട്രസ്റ്റ് ബോർഡിൻ്റെ കടലാസിൽ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം തുടക്കമിട്ടത് ഞങ്ങളുടെ ആന്റണിയുടെ കാലത്താണ് എന്ന് കേരളത്തോട് വെളിപ്പെടുത്തുകയാണ് ബഹുമാനായ കുഴൽനാടൻ ചെയ്തത്. അതുകൊണ്ട് ആദ്യം കുഴൽനാടന് നല്ല നമസ്കാരം. രണ്ടാമത്തെ കാര്യം, ഈ 2004 ആന്റണിക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ പറയുന്ന ഖനനാനുമതി കൊടുത്തത്, ലീസ് കൊടുത്തത് എന്നല്ലേ കേരളത്തോട് ആദ്യം ചോദിക്കേണ്ടത്? നിങ്ങളെന്തിനാ കേരളത്തിലെ പിണറായി സർക്കാരിനെയും പിണറായിയെയും കടന്നാക്രമിക്കുന്നത്? പിണറായി സർക്കാർ ഖനനാനുമതി കൊടുത്തോ? അല്ല, അതിനുള്ള കാരണം 2004 AK ആന്റണിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നിരുന്നില്ല. അത് മാത്രമല്ല, പക്ഷേ ഈ 2016 ഏപ്രിൽ 8 സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം വിധി CMRL അനുകൂലമായിരുന്നു. പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, സർക്കാരിന് ആ ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കാമെന്ന്. അപ്പോൾ CMRL-നെതിരെ വേണമെങ്കിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ പോകാനിരുന്ന ആ സമയത്താണ് വിധി വന്നത്. തുടർന്ന് പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റു. അതിനുശേഷം 3 വർഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അവിടെയാണ് ദുരൂഹത. ശ്രീ കെ അനിൽകുമാർ, താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ പറയുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതേ 2016 ഡിസംബർ മുതലാണ് CMRL കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിനും വീണ വിജയനും പണം കിട്ടിത്തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ശ്രീ കെ അനിൽകുമാർ. അപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകാഞ്ഞിട്ടല്ല, നിങ്ങൾ ഇക്കാര്യത്തിൽ അവരുടെ ജോലിക്കാരനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മഞ്ജുഷ്. ഞാനൊരു ചരിത്രം പറയാം. ആരുടെ? തോട്ടപ്പള്ളിയിൽ ഈ പറയുന്ന അവരുടെ കുഴൽനാടിന്റെ UDF-ന്റെ ജോലിക്കാരനായിട്ട്, അല്ലെ ഞാൻ പറഞ്ഞ ചരിത്രം കൊണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാത്തല്ലോ, ഞാൻ കൊണ്ട് പറയാം, ഒരു ചരിത്രം കൊണ്ട് പറയാം. 1995 UDF സർക്കാർ ഭരിക്കുമ്പോഴാണോ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുത്തത്? അന്ന് ഈ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുക്കുന്നതിനെതിരായി CPM സമരം നടത്തി നിങ്ങൾക്കറിയാമോ? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? ഒട്ടേറെ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കരിമണൽ ഖനനത്തിനെതിരായിട്ട് അല്ല, കരിമണൽ ഖനനം വഴി തീരദേശം നശിപ്പിക്കുന്നതിനെതിരെയുള്ള സമരങ്ങൾക്ക് മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനും ഇടപെട്ടിരുന്നു. ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കള്ളത്തരം പറയല്ലേ? അല്ല, ഞാൻ UDF-നെ ന്യായീകരിച്ചിവിടെ പറഞ്ഞോ? ഞാൻ പറയുന്ന കേക്കൂ സാർ. നിങ്ങൾ ഒരു വ്യാജ ചരിത്രം ഉണ്ടാക്കിയല്ലോ. ആ വ്യാജ ചരിത്രത്തിന് തിരിച്ചങ്ങോട്ടാ പറഞ്ഞു. വീണയുടെ കാര്യമൊക്കെ പറയുമല്ലോ. വീണയുടെ കാര്യമൊക്കെ ഇപ്പോഴല്ലേ, 2016-19 അല്ലേ? ഞാൻ പറയുന്നത് 2003 മെയ് 5 ആരാ കേരളം ഭരിച്ചിരുന്നത്? ആന്റണിയോട് ചോദിച്ചേ. ആന്റണിയുടെ നേരെ പോകാത്തത് നിങ്ങളുടെ ഈ കടലാസ് ഇതിരിപ്പില്ലേ? ആ AK ആന്റണി എന്ന് പറയുന്ന ആള് തന്നെ അദ്ദേഹം മിണ്ടുവോ? അദ്ദേഹത്തോട് ചോദിക്കുവോ? അല്ല മകനോട് ചോദിക്കുവോ? അന്നത്തെ ഇവിടെ നടന്ന സമരവും ജനകീയ പ്രക്ഷോഭങ്ങളും ഒക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. CPM-ന്റെ നിലപാടുണ്ടായിരുന്നു സർക്കാരിനെതിരെ. അങ്ങനെയാണല്ലോ അത് മരവിപ്പിച്ചത്. തുടർന്ന് CMRL കോടതിയിൽ പോയത്, ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി, സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി നേടി.
നിങ്ങളെന്തിന് അസ്വസ്ഥപ്പെടുന്നു? ഞാനൊരു കാര്യം പറയാം. ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ട് വർത്തമാനം പറയാൻ അനുവദിച്ചില്ല. ഞാൻ ഈ പരിപാടിക്കില്ല കേട്ടോ. കാരണം എനിക്കിത് പറയണ്ടേ. നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് സത്യം പറയണ്ട നാട്ടുകാരോട്. 2003 മെയ് 5 ഗന്ന അനുമതിക്കെതിരായി CPM എന്തെങ്കിലും ചെയ്തോ? അന്ന് ആരാണ് CPMന്റെ സെക്രട്ടറി? നിങ്ങളുടെ അറിവിൽ പിണറായി വിജയനാണ്. ഞങ്ങൾ ചെയ്ത കാര്യം എന്താണ്? 45 കിലോമീറ്റർ മനുഷ്യക്കോട്ട കിട്ടി. മെയ് 16 മെയ് 5 ആന്റണി ചെയ്തു. മെയ് 16 ഞങ്ങളുടെ മനുഷ്യക്കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആന്റണിക്കത് തറയേണ്ടി വന്നത്, ഈ ഗണനം നടത്താതെ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ പറയുന്ന ആന്റണി അനുഭവിച്ച സ്ഥലത്ത് ഗണനം നടന്നിട്ടില്ലല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ ആന്റണി അനുഭവിച്ച സ്ഥലത്ത് 1 ഇഞ്ച് സ്ഥലം, 1 ഇഞ്ച് മണ്ണ്, ഈ ഒരു തുടം മണ്ണ്, 1 കിലോ മണ്ണ് ഈ കർത്താവിൻ്റെ കമ്പനി കൊണ്ടുപോയിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ആരെ വിചാരണ ചെയ്യാതിരിക്കുന്നത്? ശരി, തീർന്നില്ല കേട്ടോ. ഞാൻ പറയാം, ബാക്കിയൂടെ കേൾക്കൂ സാർ, ബാക്കിയൂടെ കേൾക്കൂ സാർ, ബാക്കിയൂടെ കേൾക്കൂ സാർ, ബാക്കിയൂടെ കേൾക്കൂ സാർ. 25/5/2023 തൃക്കന്നുപ്പുറ ബ്ലോക്കിലെ 4 ബ്ലോക്കിലാണ് ഖനനാനുമതി കൊടുക്കുന്നത്. മാത്രമല്ല തീർന്നില്ല കേട്ടോ. 2002 ഒക്ടോബർ 22 കായംകുളം പൊഴിക്ക് വടക്ക് വശം ഖനനാനുമതി ഈ AK ആന്റണി സർക്കാർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കിക്കോണം. മാത്രമല്ല 2001 ആഗസ്റ്റ് മാസത്തിൽ സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ അനുമതിക്ക് വേണ്ടി കേരളത്തിൻ്റെ വ്യവസായ സെക്രട്ടറി കേന്ദ്രത്തിന് എഴുതുന്നു. ആന്റണി അധികാരത്തിലാണ്, ആന്റണി ഗവൺമെൻറ്റാണ്. 2005 അവസാനം 13 ബ്ലോക്കിന് കേന്ദ്രാനുമതി നേടി. അപ്പോൾ ആരാ കേന്ദ്രമന്ത്രി? ആന്റണി ഇവിടെ കേന്ദ്രമന്ത്രിയാണ്. 2015 2005 UPA സർക്കാർ വന്നു. ആരാ കൂട്ടുകച്ചവടം നടത്തിയത്? എന്നിട്ട് 2005 ഡിസംബർ 28 നിങ്ങൾ ആ ചരിത്രം നോക്കിയോ? സംസ്ഥാന സർക്കാരിന് ഖനനത്തിന് അനുമതി അപേക്ഷ കൊടുക്കുന്നു. ഞങ്ങൾ പിന്നെ അധികാരത്തിൽ വരുന്നു 2006. 2006 മുതൽ 2011 വരെ BS സർക്കാരിന്റെ കാലത്ത് 1 ഇഞ്ച് സ്ഥലത്ത് ഖനനം സമ്മതിച്ചോ? ഇല്ലെന്നേ, അതൊക്കെ ഞങ്ങൾ അപേക്ഷ തള്ളി. താങ്കളൊന്ന് വേഗം 2015 സർക്കാരിന്റെ കാലത്ത് ഈ പിണറായി വിജയനാണ് കേരളത്തിലെ CPMന്റെ സെക്രട്ടറി. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്കൊരു കള്ളത്തരം ഞങ്ങളുടെ തലയെ കെട്ടിവെക്കണം അല്ലേ? നിങ്ങൾക്ക് ഈ ചരിത്രം ഞങ്ങളുടെ തലയിൽ നിന്ന് മാറ്റണം അല്ലേ? ഞാൻ ഈ ചരിത്രം ഞങ്ങളുടെ തലയിൽ നിന്ന് മാറ്റണം അല്ലേ? നിഷേധിക്കേണ്ടത് നിങ്ങളുടെ സൗജന്യം. ഇങ്ങനെ നിലപാടുണ്ടായിരുന്ന CPMന് അല്ല, ഇങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്ന CPMന് 2016 മെയ്യിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ആദ്യ തീരുമാനമായി വേണമെങ്കിൽ എടുക്കാമായിരുന്നു സാർ ഈ കരിമണൽ ഖനനത്തിനുള്ള അനുമതി ഇനി ഉണ്ടാവുകയില്ല എന്ന തീരുമാനം. കാരണം സുപ്രീം കോടതിയുടെ വിധി CMRന് അനുകൂലമാണെങ്കിലും അവിടെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് തീരുമാനം എടുക്കാമെന്ന്, ആ നോട്ടിഫൈ ചെയ്ത പ്രദേശം ഏറ്റെടുക്കാമെന്ന്. എന്തുകൊണ്ട് 2019 അല്ല 2019 വരെ അത് നടത്തിയില്ല? ഇപ്പോഴും നടത്തിയിട്ടില്ല. കഴിഞ്ഞ മാസമാണ് നടത്തിയത്. ഈ CMRൽ എക്സാലോജിക് ഇടപാട് പുറത്തു വന്നതിന് ശേഷമാണ് പുറത്തു വന്നത് ഈ വിവരം. 2023 ഡിസംബറിൽ. ഉത്തരം പറയാം. കേരള സർക്കാർ 2007 വ്യവസായ നയം കൊണ്ടുവന്നു. LDF സർക്കാരിന്റെ വ്യവസായ നയം എന്താ? ഞാൻ മഞ്ജുഷിനെ ഈ ചർച്ചയെ വെല്ലുവിളിക്കുന്നു. 2018 സർക്കാർ കൊണ്ടുവന്ന വ്യവസായ നയം പിണറായി വിജയൻ സർക്കാർ തുടർന്നു. 2018 ഞങ്ങളുടെ വ്യവസായ നയം എന്താണ്? ഞങ്ങളുടെ വ്യവസായ നയം എന്താണ്? 2007 ഞങ്ങളുടെ വ്യവസായ നയം. ആ വ്യവസായ നയത്തിലെ പോയിന്റ് എന്താണെന്നറിയാമോ? പൊതുമേഖലയിൽ മാത്രം ഖനനം അനുവദിക്കുക. ഞങ്ങളുടെ നയം അതാണ്. ഞങ്ങളുടെ നയം അതായിരിക്കും. പിന്നെ ഞങ്ങളതിനെ വേറൊരു തീരുമാനം എടുക്കുന്നത്? 2018 വ്യവസായ നയം വന്നപ്പോൾ ആ തീരുമാനം എടുത്തില്ല സാർ. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു, ആ തീരുമാനം എടുത്തോ? 2018 വ്യവസായ നയത്തിന് അംഗീകാരം കിട്ടിയതിനു ശേഷം ആ തീരുമാനം എടുത്തോ? ദയവായി കേൾക്കൂ. നിങ്ങൾ വിചാരിക്കുന്ന അല്ല കഥ, കെട്ടുകഥ പറയരുത്. ഞങ്ങൾ ചോദിക്കുന്നത് 2007 PS സർക്കാരിന്റെ വ്യവസായ നയം ഞങ്ങൾ തിരുത്തിയോ? ഇല്ലെന്നേ, ഞാൻ പറഞ്ഞില്ല. മേഖലയിൽ മാത്രം ഖനനം പാടുന്നുള്ള വ്യവസായ നയം ഞങ്ങൾ തിരുത്തിയോ? മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ഇടയ്ക്ക് ഒരു പണിയായിട്ട് വന്നു. ദയവായി കേൾക്കൂ. കേന്ദ്ര ഗവൺമെന്റ് ഒരു പണിയായിട്ട് വന്നു. എന്താ പണിയെന്നറിയാമോ? സ്വകാര്യ മേഖലയെ ഖനനമാകാം എന്ന് പറഞ്ഞപ്പോൾ പിണറായി സർക്കാർ തീരുമാനമെടുത്ത എന്താണ്? സ്വകാര്യ മേഖല ഖനനം പാടില്ല. നിങ്ങളുടെ മുമ്പ് തെളിവായിട്ടിരിക്കുന്നു. എന്താണ് ഖനനം പാടുണ്ടോ?
19/2/2019 കേന്ദ്ര ഭേദഗതിയാണോ താങ്കൾ പറയുന്നത്? സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചതാണ്. ഓൺലി ഗവൺമെന്റ് കമ്പനീസ് ക്യാൻ അലോ മൈനിങ് മിനറൽസ്. കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതിയാണ്. അത് മാത്രമല്ല, ഇതുവരെ കൊടുത്തിരിക്കുന്ന എല്ലാ അനുമതികളും റദ്ദാക്കണമെന്നായിരുന്നു ആ ഭേദഗതി കേന്ദ്രത്തിൽ നിന്ന് വന്നത്. പക്ഷേ അപ്പോഴും CMRL അനുമതി റദ്ദാക്കിയിട്ടില്ലായിരുന്നു. താങ്കൾ വ്യവസായ നയത്തെ കുറിച്ച് പറഞ്ഞു 2018. ആ വ്യവസായ നയത്തിൽ പറയുന്നു ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തും. എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കും. ഇംഗ്ലീഷ് വെർഷനിൽ ആ പോയിന്റ് ഇല്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കുമെന്ന് ഇംഗ്ലീഷ് വെർഷനിൽ ഇല്ല. ചവറ തോട്ടപ്പള്ളി ബെൽറ്റിലുള്ള ധാതു സമ്പത്തിന്റെ ഖനനം സമഗ്ര വീക്ഷണത്തോടുകൂടി പരിസ്ഥിതി സൗഹൃദമായി ബൃഹത്തായ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കും. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കരിമണൽ ഖനനത്തിന് അനുകൂലമായി CMRL വേണ്ടി നിലപാടെടുക്കാം എന്നാണ്. അതുകൊണ്ടല്ലേ സാർ 2019 ആ തീരുമാനം എടുക്കാതിരുന്നത്? അപ്പൊ ആ വ്യാഖ്യാനം സന്തോഷമായി. മനസ്സിലാകാത്തൊരു കാര്യം, എനിക്ക് തീരെ മനസ്സിലാകാത്ത കാര്യം, മഞ്ജുഷന്റെ ന്യായം എന്താണ്? അല്ലല്ല, തീരെ മനസ്സിലാകാത്ത ന്യായം എന്നാ, ഇതെല്ലാം ഒപ്പിച്ചത് ആന്റണി, ഇതെല്ലാം നടപ്പാക്കിയത് ആന്റണി ഒപ്പിച്ച ഈ കാര്യം 2016 അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അനുമതി ഇനി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചില്ല എന്നുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. 2016 എന്തുകൊണ്ട് തീരുമാനിച്ചില്ല? എന്നാൽ ഒറ്റ ചോദ്യമുള്ളൂ, ഒറ്റ ഉത്തരവേ ഉള്ളൂ. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പൊതുമേഖലാ സംരക്ഷണ നയത്തിന്റെ ഭാഗമായി പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന് വ്യവസായ നയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഇത് സ്വകാര്യ എന്നാൽ ഒരു കേസ് അവിടെ കിടപ്പുണ്ട് എന്ന കാര്യം ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായ കേസിന്റെ കാര്യം അവിടെ കിടക്കും. അതൊരു കേസാണ്. പക്ഷേ ഞങ്ങൾ വളരെ വ്യക്തമായി സുപ്രീം കോടതി തീർപ്പാക്കിയിരുന്നു. 2016 നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ സുപ്രീം കോടതി ആ കേസ് തീർപ്പാക്കിയിരുന്നു. 2016 നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ സുപ്രീം കോടതി ആ കേസ് തീർപ്പാക്കിയിരുന്നു. ദയവായി കേൾക്കൂ സാർ, ആ തീർപ്പിലൊരു വിധി അവിടെ കിടക്കുകയല്ലേ? ആ വിധി കിടക്കുന്നത് മറച്ചു വെക്കാനാകുമോ? ആ വിധി അവിടെ കിടക്കുന്നു എന്ന വസ്തുത രേഖപ്പെടുത്തി എന്നതുകൊണ്ട് പറയട്ടെ, ആ വിധി അവിടെ കിടക്കുന്നു എന്നൊരു വസ്തുത ഉദ്യോഗസ്ഥന്മാർ നിയമാനുസരണം രേഖപ്പെടുത്തി എന്നതുകൊണ്ട് ആ രേഖപ്പെടുത്തിയ കാര്യം നിയമപരമായി നടന്ന കാര്യമാണ്. ഞങ്ങൾ രാഷ്ട്രീയമായും ഭരണപരമായും എടുത്ത കൃത്യമായ നടപടി എന്താണ്? നാളിതുവരെ അവിടെ കരിമണൽ ഖനനം സ്വകാര്യ മേഖല സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ ആന്റണിയോട് ചോദിച്ച് നിൽക്കട്ടെ. കേന്ദ്ര സർക്കാരിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞുവല്ലോ. എന്താണ് അല്ല മിനറൽസ് നയത്തിന്റെ ഭേദഗതി എന്താണ്? താങ്കൾ ഈ 2019 കാര്യം വളച്ചൊടിക്കുക. കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിക്കേണ്ടി വന്നത് കൊണ്ടാണ് നിയമവകുപ്പ് പറഞ്ഞത് CMRL അപേക്ഷ അംഗീകരിക്കാൻ പറ്റില്ല ഇനിയെന്ന്. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയപ്പോഴാണ് AGയുടെ ഉപദേശം തേടിയാലോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ ഫയൽ വിളിച്ചു വരുത്തിയത്. അതല്ലേ ശരി? അതല്ലേ വാസ്തവം? ആ ഫയലല്ലേ ഇന്ന് മാറ്റി പുറത്തു വിട്ടത്. മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം 2016 തന്നെ ഇത് റദ്ദാക്കാമായിരുന്നു. 2016 തന്നെ റദ്ദാക്കിയില്ല. ദയവായി കേൾക്കൂ. ആദ്യം കേൾക്കണം ഒരു സർക്കാർ നടപടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. നിങ്ങളൊരു സർക്കാർ നടപടി എങ്ങനെ പ്രവർത്തിക്കുന്നു വിചാരിക്കണം. AK ആന്റണി 2004 അനുവാദം കൊടുത്തു. അതിനെതിരായി സമരം നടന്നു, നിയമ നടപടികൾ നടക്കുന്നു. ആ നടപടികളുടെ കേസും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നു. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ആദ്യത്തെ ദിവസം ഈ ഫയലിംഗ് വരാൻ പറയുകയാണോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു സർക്കാർ CPM ആണ് ഇതിനു വേണ്ടി അതിൽ അഭിപ്രായം പറയും. എന്നിട്ടും നിവേദനങ്ങൾ എന്തിനു മേടിച്ച് പോക്കറ്റിൽ വെച്ചു? എന്തിന് CMRL നിവേദനങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി? അതേ ഉള്ളൂ സാർ ചോദ്യം. എന്നിട്ട് കഴിഞ്ഞ മാസമാണല്ലോ റദ്ദാക്കിയത്. CMRL ഇടപാടിന്റെ വിവരം പുറത്തു വന്നതിന് ശേഷമല്ലേ സാർ ഈ തീരുമാനം വന്നത്? അങ്ങനെ ഒരു അനുമതി കൊടുക്കേണ്ട എന്ന് സംശയമുണ്ടോ താങ്കൾക്ക് അക്കാര്യത്തിൽ? പച്ചക്കള്ളം. പിന്നെ എന്നാണ് വന്നത്? അല്ല എനിക്കതിനകത്തല്ല, എനിക്കും സംശയമുള്ള കാര്യമാണ്. 2019 തന്നെ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്ല എനിക്കും സംശയമുള്ള കാര്യമാണ്. പക്ഷെ എന്റെ വിശ്വാസം കഴിഞ്ഞ മാസമാണ് വന്നതെന്ന്. കാരണം കഴിഞ്ഞ മാസം അങ്ങനെ ഒരു വാർത്ത സർക്കാരിൽ നിന്ന് ഡേറ്റ് പറയൂ.
ഡിസംബർ 23, 22 ആ ഒരു കാലഘട്ടം. ഈ കഴിഞ്ഞ മാസം 2023 താങ്കൾക്ക് വെരിഫൈ ചെയ്യാം. എന്ത് വാർത്താക്കുറിപ്പ്? താങ്കൾ വെരിഫൈ ചെയ്തോളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. താങ്കൾ വെരിഫൈ ചെയ്തോളൂ. അല്ല, താങ്കൾ പറയൂ. നാക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കള്ളം പറയരുത്. എന്നാൽ താങ്കൾ പറയൂ. മഞ്ജുഷേ, അല്ല, താങ്കൾ പറയൂ എന്താണ് റദ്ദാക്കിയത്. താങ്കൾ പറയൂ. അല്ല, താങ്കൾ പറയൂ എന്താണ് റദ്ദാക്കിയതെന്ന്. നിങ്ങൾ പറയൂ. നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾ എന്റെ കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് റദ്ദാക്കിയതെന്ന്. താങ്കളുടെ അഭിപ്രായം താങ്കൾ പറയൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം കേൾക്കൂ. എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾ ഈ ചർച്ചയിൽ എന്നോടൊരു കള്ളം പറഞ്ഞു. ഏത് കള്ളം? നിങ്ങൾ പറഞ്ഞു ഏത് കള്ളം? ഈ പറയുന്ന ഇടപാട് പുറത്തു വന്ന ശേഷം റദ്ദാക്കി. ഒരു പത്രപ്രവർത്തകന്റെ സത്യസന്ധതയിലാണെങ്കിൽ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞ കാര്യം അതാണ്. വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ വിവരം പുറത്തു വന്ന ശേഷം റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെയെങ്കിൽ ആ വിവരം പുറത്തു വന്നത് എപ്പോഴാണ്? 2023 സെപ്റ്റംബറിലാണ് പുറത്തു വരുന്നത്. താങ്കൾ പത്രം വായിക്കാതെ ഞാൻ പത്രം വായിക്കുന്നില്ല. നിങ്ങൾ ആ ഉത്തരവ് ഹാജരാക്കൂ. നിങ്ങളൊരു ചർച്ച കള്ളം പറയാൻ അവതാരകം എന്ത് പറയാനാ മഞ്ജുഷ? എന്തൊരു നിലവാരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്ത് നിലവാരത്തിലാണ് സംസാരിക്കുന്നത്? ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെ വിളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക? ആരെ വിളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക? എനിക്കറിയുന്ന കാര്യങ്ങളല്ല. എനിക്കറിയുന്ന കാര്യങ്ങളല്ല. ഇതിന്റെ ഒന്നും പുറകെ നടക്കുന്ന ആളല്ല ഞാൻ. എനിക്കറിയത്തില്ല. നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു. നിങ്ങൾക്കറിയാത്ത മാത്യു അറിയാത്ത ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഞാൻ വെരിഫൈ നിജേഷ് പോകണ്ട. അതിന് ഉത്തരം പറയൂ. വെരിഫൈ ചെയ്യാതെ കള്ളം പറഞ്ഞില്ലേ? എന്നാ പിന്നെ താങ്കൾ ഇപ്പൊ കള്ളം പറഞ്ഞില്ലേ? എന്തായാലും 2019 ശേഷമാണ് റദ്ദാക്കിയത്. എന്തായാലും 2019 ശേഷമാണ് റദ്ദാക്കിയത്. പറഞ്ഞില്ലേ? 2019 ശേഷമാണോ അല്ലയോ റദ്ദാക്കിയത്? ആര് റദ്ദാക്കി? ഏത് തീയതി റദ്ദാക്കി? റദ്ദാക്കി നിങ്ങൾ പറയൂ. റദ്ദാക്കിയ തീയതി പറയൂ. മഞ്ജുഷ് ഇപ്പൊ പറയൂ. റദ്ദാക്കിയ തീയതി. അപ്പൊ റദ്ദാക്കിയിട്ടില്ലേ? റദ്ദാക്കിയ തീയതി പറയൂ. അപ്പൊ റദ്ദാക്കിയിട്ടില്ലേ? നിങ്ങൾ റദ്ദാക്കിയ തീയതി പറയൂ. നിങ്ങളാണ് ഇവിടെ റദ്ദാക്കി എന്ന് പറഞ്ഞത്. ആ തീയതി പറയൂ. റദ്ദാക്കിയ തീയതി നിങ്ങൾ പറയൂ മിസ്റ്റർ മഞ്ജുഷ്. ഞാൻ വെരിഫൈ ചെയ്ത് പറയാതെ എക്സാലോജിക്കുമായുള്ള ഇടപാടിനെ കുറിച്ചുള്ള ആ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് റദ്ദാക്കിയ വിവരം പുറത്തു വന്നത്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഒരു കാര്യം ഞാൻ പറയാം മഞ്ജുഷേ. നിങ്ങൾ ഇവിടെ ഈ ചർച്ചയിൽ കള്ളം പറഞ്ഞു. ആ കള്ളം ഞാൻ പിടിച്ചപ്പോൾ വേറെ വഴിക്ക് പോരുത്. നിങ്ങളിപ്പോൾ പറഞ്ഞു റദ്ദാക്കിയ ഒരു തീയതി ഉണ്ട്. ആ തീയതി വെളിപ്പെടുത്തും. വാർത്താക്കുറിപ്പ് വന്നത് കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ മാസമാണ് സാർ. ഡിസംബറിലാണ് സാർ. നിങ്ങൾ നുണയനല്ലെങ്കിൽ പറയൂ. ഡിസംബറിലാണ് പറയൂ. ഡിസംബറിലാണ് സാർ. ഞാൻ പറഞ്ഞില്ലേ ഡിസംബറിലാണ്. ഡേറ്റ് പറയൂ. 2023 ഡിസംബറിലാണ് സാർ. എനിക്ക് പറയാൻ പറ്റില്ല. 2023 ഡിസംബറിലാണ് സാർ. പറ്റില്ല. മറിച്ചാണെങ്കിൽ താങ്കൾ തെളിയിക്കൂ. മറിച്ചാണെങ്കിൽ താങ്കൾ തെളിയിക്കൂ. 2023 ഡിസംബറിലാണ്. സർക്കാർ രേഖ പുറത്തുവിടുമോ? സർക്കാർ രേഖ പുറത്തുവിടുമോ? എന്തുണ്ടായി? KREML നൽകിയ അനുമതിയായിരുന്നു. ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ അതൊന്നുമല്ല ചോദിച്ചത്. നിങ്ങൾ ഈ ചർച്ച പറഞ്ഞത് വീണ വിജയന്റെ കമ്പനിയുമായി വന്ന എക്സാലോജിക് വിഷയത്തിലുള്ള വിവരം പുറത്തു വന്ന ശേഷമാണ് ഈ CMRലുമായിട്ടുള്ള ഈ പറയുന്ന ലീസുമായി ബന്ധപ്പെട്ട കാര്യം റദ്ദാക്കിയത്. നിങ്ങൾ ഈ ചർച്ച കള്ളം പറഞ്ഞു. ആ വിവരം പുറത്തു വന്ന അപ്പോഴാണ് സാർ. അത് ആ ഉത്തരവ് അതിന് ശേഷം ഉണ്ടായി. പിടിക്കപ്പെട്ടപ്പോൾ അത് റദ്ദാക്കി. ഒരു കാര്യവുമില്ല. താങ്കൾ പറയൂ. പിന്നെ എന്താണ് താങ്കൾ പറയൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസമാണ്. അന്തസ്സുണ്ടെങ്കിൽ താങ്കൾ പറയൂ എന്നാണെന്ന്. താങ്കൾ പറയൂ. ഞാൻ പറഞ്ഞു ഡിസംബറിലാണ്. നിങ്ങൾ പറയുന്ന ഉത്തരവിന്റെ തീയതി പറയൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലാണെന്ന്. എനിക്ക് കൃത്യമായ ഡേറ്റ ചോദിച്ചുള്ളൂ. നിങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച അപ്പൊ നിങ്ങൾ പറഞ്ഞ കള്ളമാണല്ലോ. അല്ല, കള്ളമല്ല. ഡിസംബറിലാണ്. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ താങ്കൾ തെളിയിക്കൂ. നിജേഷ് അരവിന്ദ് AK ആന്റണിയാണ് കുറ്റക്കാരൻ എന്നാണ് അനിൽകുമാർ പറയുന്നത്. ഇനി അനിൽകുമാർ ഈ ചർച്ച നീട്ടിക്കൊണ്ട് പോവുകയുള്ളൂ. താങ്കളുടെ നിലപാട് കിട്ടി മഞ്ജുഷ്? ഇതിന് അല്ലല്ല മഞ്ജുഷന് എന്ത് കിട്ടി? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടി. CMR കിട്ടി. മാധ്യമങ്ങൾക്ക് എത്ര കോടി കിട്ടി? കള്ളം പറയാൻ എത്ര കോടി കിട്ടി? എനിക്ക് നേരെയല്ല പറയാ. നിങ്ങളൊരു കള്ളം പറയാ എന്നിട്ട് ഞാൻ തിരിച്ചു പറയണ? നിങ്ങളൊരു കള്ളം പറയാ ഞാൻ എന്നിട്ട് തിരിച്ചു പറയണോ? എന്തൊരു ന്യായ ഇത്? ഒരു ചർച്ചയിൽ ഗസ്റ്റിനെ വിളിക്കുക എന്നിട്ട് ഗസ്റ്റിന്റെ മേലെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി കള്ളം പറയാ. ക്ഷമ പറയണം. താങ്കൾ ഏത് കള്ളത്തിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നത്? ഞാൻ ഈ ചർച്ചക്കില്ല.
ഏത് കള്ളത്തിന്റെ കാര്യമാണ് താങ്കൾ ഞാൻ ഈ പറയുന്നത്? ചർച്ചയ്ക്കില്ല. മഞ്ജുഷ മാപ്പ് പറയണം, കള്ളം പറഞ്ഞതിന് മാപ്പ് പറയണം. നിങ്ങൾ പറഞ്ഞ ഉത്തരവിന്റെ തീയതി പറയൂ മിസ്റ്റർ. നിങ്ങൾ പറഞ്ഞ ഉത്തരവിന്റെ തീയതി പറയൂ മിസ്റ്റർ. ഒരു സെക്കൻഡ് ഞാൻ റിലീസ് വായിക്കാം. ഒരു സെക്കൻഡ് താങ്കൾക്ക് ഞാൻ വാട്സപ്പായിട്ട് അയച്ചു തരാം. കരിമണൽ ഖനനത്തിന് സ്വകാര്യ 2023 ഡിസംബർ 20 പറയാനും സമ്മതിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ 2023 ഡിസംബർ 24 ഈ വിവരം പുറത്തു വന്നതെന്ന്. താങ്കൾ എന്തിനാണ് കിടന്ന് ഉരുളുന്നത്? കരിമണൽ ഖനനത്തിന് സ്വകാര്യ സ്ഥാപനമായ കേരള റെയർ എക്സാമിനർ ഞാൻ ഉത്തരവിന്റെ തീയതി ഉത്തരവ് എന്റെ ഇല്ല. ഞാൻ വെരിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഉത്തരവ് എന്റെ ഇല്ല. നിങ്ങൾ എന്നോട് പറഞ്ഞ ഉത്തരവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതൊരു കഷ്ടമാണ്. ഉത്തരവില്ല. അപ്പോൾ കള്ളം പറഞ്ഞു. നിങ്ങൾ കള്ളം പറഞ്ഞു. നിങ്ങളുടെ ഇല്ലാത്തൊരു ഉത്തരവ് കരിമണൽ ഖനനത്തിന് സ്വകാര്യ സ്ഥാപനമായ കേരള റെയർ എക്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന് അനുവദിച്ച അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കി. വായിക്കട്ടെ സാർ, ഇത് വായിക്കാൻ സമ്മതിക്കൂ. ഒന്നുകിൽ താങ്കൾ ഇത് വായിക്കുന്നത് കേൾക്കുക, അല്ലെങ്കിൽ മറ്റു ഗസ്റ്റുകളിലേക്ക് പോകുന്നത് അനുവദിക്കുക. രണ്ടിലൊരു കാര്യം ചെയ്യുക. എന്ത് ന്യായമാണ്, എന്ത് മാന്യതയാണ് നിങ്ങൾക്ക്? സാർ ഞാനിത് വായിക്കട്ടെ സാർ. എന്ത് ഗസ്റ്റാണപ്പാ നിങ്ങൾ? നുണ പറഞ്ഞു പോയിട്ട് എന്ത് ഗസ്റ്റ്? നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ലേ? നിങ്ങൾ ഈ ചർച്ച കരിമണൽ ഖനനത്തിന് സ്വകാര്യ സ്ഥാപനമായ കേരള റെയർ എക്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന് KREML അത് സഹോദര സ്ഥാപനമാണല്ലോ അനുവദിച്ച അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കി. ഖനനാനുമതി ആവശ്യപ്പെട്ട് വിവിധ സമയങ്ങളിലായി KREML സമർപ്പിച്ച 29 അപേക്ഷകളും തള്ളി. കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പാണ് ഉത്തരവിട്ടത്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിവാദത്തിലായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയാണിത്. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2004 സെപ്റ്റംബർ 15 താങ്കൾ പറഞ്ഞ ആന്റണിയുടെ കാലത്ത് കൊല്ലം, ആലപ്പുഴ തീരപ്രദേശങ്ങളിൽ നിന്ന് ധാതു മണൽ ഖനനത്തിന് സ്വകാര്യ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നത്. എന്നാൽ ആ മാസം 25 അന്ന് തന്നെ നടപടികൾ നിർത്തിവെക്കുകയും വിശദമായ പഠനത്തിന് ഉത്തരവിടുകയും ചെയ്തു. AMCRന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് 2016 ഭേദഗതികൾ ചൂണ്ടിക്കാട്ടി 2019 മാർച്ചിൽ താങ്കൾ പറഞ്ഞല്ലോ കേന്ദ്രം വല്ലാതെ അങ്ങ് ഇടപെട്ടുവെന്ന്. 2019 മാർച്ചിലാണ് സംസ്ഥാനത്തോട് കേന്ദ്രം നിർദ്ദേശിച്ചത് ഇങ്ങനെ പൊതുമേഖലയിൽ മാത്രമേ ഖനനാനുമതി നൽകാവൂ എന്ന്. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉടൻ തന്നെ ഇത് പാലിച്ച് ഉത്തരവിറക്കി. ധാതുമണലിൽ ആണവധാതുവായ മോണോസൈറ്റിന്റെ അംശം 0.75% താഴെയാണെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാമെന്നായിരുന്നു നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ, അന്നത്തെ വ്യവസ്ഥ. മോണോസൈറ്റ് ഒട്ടുമില്ലെങ്കിലും ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് 2019 ഫെബ്രുവരിയിൽ കേന്ദ്രം ഭേദഗതി വരുത്തിയത്. അതായിരുന്നു ഞാൻ പറഞ്ഞത്, പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന്. താങ്കൾ പറഞ്ഞു കേന്ദ്രം അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയെന്ന്. കേന്ദ്രം അനുമതി നൽകിയെങ്കിലും സംസ്ഥാന സർക്കാർ ഖനനാനുമതി നിഷേധിച്ചതിനെതിരെ KREML ഹൈക്കോടതിയെ സമീപിച്ച് 2013 എന്ന ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലല്ല 2019 സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിൽ വിടാൻ തീരുമാനിച്ചിരുന്നു. അത് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് AGയുടെ നിയമോപദേശം അയച്ചത്. പിന്നീട് കഴിഞ്ഞ മാസമാണ് റദ്ദാക്കിയത്. ഇത്രയേ ഉള്ളൂ. 2023 ഇത്രയേ ഉള്ളൂ. ശരി ഇല്ല സാർ കേൾക്കൂ സാർ. 2023 സ്വകാര്യ മേഖല ഖനനത്തിന് കേന്ദ്ര നിർദ്ദേശം തന്നോ? 2023 സ്വകാര്യ മേഖല ഖനനത്തിന് കേന്ദ്ര നിർദ്ദേശം. നിജേഷ് താങ്കളുടെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കേട്ടോ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമാണ്. താങ്കൾ കള്ളമാണ് തെളിയിക്കാമെങ്കിൽ താങ്കൾ കള്ളമാണ് തെളിയിച്ചത്. പറഞ്ഞു കേട്ടോ. ഞാനും അങ്ങോട്ട് പറയാനുള്ള പറഞ്ഞു. ശരി ഓക്കെ നിജേഷ് കള്ളം പറയല്ലേ? ശരി നിജേഷ് ഞാൻ വായിക്കാനുള്ളത് വായിച്ചു. ശരി നിജേഷ്.